സുഹൃത്തുക്കളെ നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈയിടെ പത്രമാധ്യമങ്ങളിലും മറ്റും ശ്രീ എം രാമചന്ദ്രൻ നിര്യാതനായ വിവരം നിങ്ങളും ഞാനും വായിക്കുകയുണ്ടായി. ശ്രീ എം രാമചന്ദ്രൻ ആരാണെന്ന് നമുക്കൊക്കെ അറിയാം. ആകാശവാണിയിലെ ന്യൂസ് റീഡറായിരുന്നു. കൗതുക വാർത്തകൾ എന്ന പ്രത്യേക പരിപാടി തനതായ ശൈലിയിൽ അവതരിപ്പിച്ച് ശ്രോതാക്കളുടെ ശ്രദ്ധയും അംഗീകാരവും നേടിയ വാർത്താ വായനക്കാരനാണ് ശ്രീ രാമചന്ദ്രൻ. മരിക്കുമ്പോൾ അദ്ദേഹത്തിന് 90 വയസ്സോളം പ്രായമുണ്ടായിരുന്നു. 80കളുടെ ആദ്യമൊക്കെ ഈ ടെലിവിഷനൊക്കെ പോപ്പുലറാവും മുമ്പ് ഞങ്ങളുടെ തലമുറ വാർത്ത കേൾക്കാനും മറ്റ് സാമൂഹ്യ വിഷയങ്ങളെക്കുറിച്ചൊക്കെ മനസ്സിലാക്കാനും നാടകം കേൾക്കാനുമൊക്കെ റേഡിയോയാണ് പ്രധാനമായി ആശ്രയിച്ചിരുന്നത്. അന്നത്തെ റേഡിയോയിലെ സൂപ്പർ സ്റ്റാറാണ്, അല്ലെങ്കിൽ സൂപ്പർ സ്റ്റാറുകളിൽ ഒരാളാണ് ശ്രീ രാമചന്ദ്രൻ. കൗതുക വാർത്തകൾ നാടകീയത കലർത്തി ശ്രോതാക്കളുടെ ശ്രദ്ധ ആകർഷിക്കും വിധം അവതരിപ്പിക്കുന്നതിൽ മിടുക്കനായിരുന്നു ശ്രീ രാമചന്ദ്രൻ. ചുമ്മാതെ വാർത്ത വായിച്ചു പോയാൽ കൗതുക വാർത്തയിൽ ഒരു കൗതുകവും ശ്രോതാക്കൾക്ക് ഫീൽ ചെയ്യില്ല. അപ്പോൾ അത് മനസ്സിലാക്കിയ ശ്രീരാമചന്ദ്രൻ തൻ്റേതായ ഒരു ടച്ച്, അതിൽ നമ്മുടെ ഭരതൻ ടച്ച് എന്നൊക്കെ പറയും പോലെ രാമചന്ദ്രൻ ടച്ച് നൽകി അവതരിപ്പിച്ചപ്പോൾ അത് ജനകീയമായി. അദ്ദേഹത്തിന് പേരും പെരുമയുമൊക്കെ കിട്ടുകയുണ്ടായി. ശബ്ദത്തെക്കുറിച്ച് പറയുമ്പോഴാണ്, നമ്മുടെ മലയാള സിനിമയെ കുറിച്ച് പറയുമ്പോൾ ശ്രീ പ്രേം നസീർ, ശ്രീ ജയൻ, ശ്രീ മമ്മൂട്ടി ഇവരൊക്കെ അവരുടെ ആ ഒരു ശബ്ദത്തിൻ്റെ പ്രത്യേകത കൊണ്ടാണ് ഇത്രത്തോളം ആസ്വാദക ശ്രദ്ധ നേടിയതെന്ന് ഞാൻ പറയും. മോഹൻലാൽ ഒരു മികച്ച നടനാണ്. അദ്ദേഹത്തിൻ്റെ ഭാവാഭിനയമൊക്കെ ലോക സിനിമയിലെ നടന്മാരുമായി പോലും താരതമ്യം ചെയ്യാൻ പര്യാപ്തമാണ്. എങ്കിൽ പോലും ശ്രീ മമ്മൂട്ടി, ശ്രീ ജയൻ, ശ്രീ പ്രേം നസീർ ഇവരുടെയൊക്കെ ആ ശബ്ദവുമായി താരതമ്യം ചെയ്യുമ്പോൾ ശ്രീലാലിൻ്റെ ശബ്ദം അത്രത്തോളം ഗാംഭീര്യമില്ലെങ്കിലും താൻ അവതരിപ്പിക്കുന്ന കഥാപാത്രങ്ങൾക്ക് ഒരു ഭാവതീവ്രത നൽകാൻ ആ ശബ്ദം മതിയാകും. ശ്രീ പ്രേം നസീർ തൻ്റെ അഭിനയത്തിൻ്റെ മികവ് കൊണ്ടല്ല, അഭിനയിക്കാൻ അറിയില്ല എന്നല്ല, അപാരമായ അഭിനയ സിദ്ധിയുള്ള ഒരു നടനല്ല ശ്രീ പ്രേം നസീർ എന്ന് നിരൂപകരും കാഴ്ചക്കാരുമൊക്കെ വിലയിരുത്തിയിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ ആ ശബ്ദത്തിൻ്റെ ആ ഒരു മാധുര്യം, ആ ഒരു ഭാവഗരിമ, ഇതൊക്കെയാണ് അന്നും ഇന്നും സിനിമാ പ്രേമികളെ അദ്ദേഹത്തോടടുപ്പിക്കുന്നത്. പിന്നെ ജയൻ, അദ്ദേഹത്തിൻ്റെയും അഭിനയത്തെക്കാളും കൂടുതൽ ശ്രോതാക്കൾ ഇഷ്ടപ്പെടുന്നത് ആ ശബ്ദത്തിൻ്റെ ഒരു ഗരിമയാണ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു ശാരീരികമായ ഒരു ഫിറ്റ്നസ്, ആ ഒരു ആക്ഷൻ രംഗങ്ങളിൽ അത് അഭിനയിക്കുമ്പോഴുള്ള ഒരു മെയ്വഴക്കം, ഇതൊക്കെ ശ്രീജയൻ്റെ പ്രത്യേകതകളാണ്. എങ്കിൽ പോലും ആ ശബ്ദത്തിൻ്റെ ഗരിമയാണ് കൂടുതലും ചലച്ചിത്ര പ്രേമികൾ ഇഷ്ടപ്പെടുന്നത്. പിന്നെ വരുന്നത് ശ്രീ മമ്മൂട്ടിയാണ്. മോഹൻലാലുമായി നിരൂപകരൊക്കെ അഭിനയത്തിലെ പ്രത്യേകതകളൊക്കെ ശ്രീ മമ്മൂട്ടിയെ താരതമ്യം ചെയ്യാറുണ്ട്. അപ്പോൾ
ഒരു പൊടിക്ക് മോഹൻലാലാണ് അഭിനയ കലയിൽ മമ്മൂട്ടിയെക്കാളും മുൻപിലെന്ന് സമ്മതിക്കുമ്പോഴും ആ ശബ്ദത്തിൻ്റെ ആ ഒരു ഗാംഭീര്യവും ആ ഒരു മാധുര്യവും ഒക്കെ ശ്രീ മമ്മൂട്ടിക്കാണെന്ന് നിരൂപകരും കാഴ്ചക്കാരുമൊക്കെ സമ്മതിക്കുന്നു. അപ്പോൾ ശ്രീരാമചന്ദ്രനിൽ തുടങ്ങി ശബ്ദത്തെക്കുറിച്ച് സൗന്ദര്യത്തോളം അല്ലെങ്കിൽ ആകാര വടിവിനോളം സ്ത്രീക്കും പുരുഷനും ശബ്ദം ഒരു പ്രധാന ഘടകം തന്നെയാണ്. അത് നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം. ആ ചിന്തകളാണ് ഞാൻ എൻ്റെ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിച്ചത്. നന്ദി, നമസ്കാരം.